ഹായ് വിനോദ്, എന്തൊക്കെയാ വിശേഷങ്ങള്? മമ്മൂക്ക സഹായിക്കുന്നുണ്ടോ നിങ്ങളുടെ ഈ ഫാൻ സംഘടന സംസ്ഥാനത്തുടനീളം കൊണ്ടു നടക്കാൻ? സാർ ഉദ്ദേശിക്കുന്നത് ഫാൻസ് എന്ന് പറഞ്ഞാൽ സാർ ഉദ്ദേശിക്കുന്നത് ഒരു ആരാധക കൂട്ടം ചുമ്മാ തിയേറ്ററിൽ വന്ന് കൈയടിച്ചു പോകാനും അല്ലാതെ എന്തെങ്കിലും പൊതുവെ കാണിക്കാനുള്ള കാര്യങ്ങളല്ല. സാർ ഉദ്ദേശിക്കുന്ന എന്നും വെൽഫെയർ തന്നെയാണ്. ജീവകാരുണ്യ പ്രവർത്തനം അധികം മുൻതൂക്കം കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഫാൻസിലെ എല്ലാ അംഗങ്ങളും പ്രവർത്തിക്കുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്തു. നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കുറെ ഇത്തരം സംഘടനകൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നവരെ അദ്ദേഹം വാൺ ചെയ്തു. അല്ല, ആ ഒരു സാഹചര്യം എന്തായിരുന്നു? എല്ലാ കാലത്തും അദ്ദേഹം പറയുന്നത് ഈ സംഘടന കൊണ്ട് പൊതുവെ മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം. അല്ലാത്തൊരു രീതിക്കും ഈ സംഘടനയോ അല്ലെങ്കിൽ ആ വ്യക്തികളെ അദ്ദേഹം അടുപ്പിക്കാറില്ല. ഇന്നും അദ്ദേഹം അതിന് തുടക്കകാലത്തിൽ 1989 സ്റ്റാർട്ട് ചെയ്തതാണ്. രജിസ്റ്റർ ചെയ്ത് 90 വർഷമായി. യെസ്, ഇത്രയും കാലം ആ സംഘടന കൊണ്ട് പബ്ലിക്കിന് ഉപകാരപ്രദമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഫാൻസിനെ അനുവദിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് സംസ്ഥാനത്തുടനീളം കമ്മിറ്റികളൊക്കെ ഉണ്ടല്ലോ. സംസ്ഥാനം മാത്രമല്ല സാർ, ഇപ്പൊ ഇന്റർനാഷണൽ കമ്മിറ്റി എന്ന് പറയുന്നു. 17 രാജ്യങ്ങളിൽ ഈ സംഘടന വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം അല്ല, ഇവരെന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ നമുക്ക് അറിയണമെന്നില്ലല്ലോ. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, എല്ലാ കാര്യവും എല്ലാവരും എല്ലാ സമയത്തും അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇത്തരം ഒരു സംഘടന കൊണ്ട് നടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട പ്രയോജനം എന്താ? സാർ ഉദ്ദേശിക്കുന്ന പ്രയോജനം വ്യക്തിപരമായിട്ടാണോ? എന്ത് രീതിയിലായാലും യെസ്, ഞങ്ങൾക്കുള്ള പ്രയോജനം ഒരാൾക്ക് നല്ലത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി, അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.